പരിശുദ്ധമായ ഖുർആനിലെ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ കാണാതെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. ഈ സൂറത്തുൽ ഫാത്തിഹക്ക് നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ഏകദേശം 30-ൽ ചുല്ലാനം വരുന്ന പ്രത്യേകതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. എന്തുകൊണ്ടാണ് ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇത്ര വലിയ പ്രത്യേകത ഉണ്ടാവാൻ കാരണം? വിശദമായി സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാ അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ നമ്മുടെ കുടുംബാദികളോടൊപ്പം എല്ലാവർക്കും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഒരുപാട് വട്ടം ഖത്തുമുകൾ ഓതുവാനും വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഓതി അവസാനം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ അതിശ്രേഷ്ഠമായ വളരെയധികം പവർഫുള്ളായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിച്ച് പറയാൻ പോകുന്നത്. എല്ലാവരും ആദ്യ അവസാനം കേൾക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹക്ക് ഒരു മനുഷ്യൻ നല്ല നിയ്യത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 30ഓളം വലിയ പ്രതിഫലങ്ങളാണ്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ എന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ അധ്യായമായി നമ്മളെല്ലാവരും കരുതുന്നത്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായിട്ട് ആരുമില്ല. ഏത് നിസ്കാരം, സുന്നത്തായ നിസ്കാരമാവട്ടെ, ഫർളായ നിസ്കാരമാവട്ടെ, ഏത് നിസ്കാരമാണെങ്കിലും അതിലെല്ലാം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂ ഇല്ല, സുജൂദില്ല, അത്തഹിയാത്തില്ല, അല്ലേ? എന്നാൽ ആ മയ്യത്ത് നിസ്കാരത്തിലും എന്തുണ്ട്? സൂറത്തുൽ ഫാത്തിഹയുണ്ട്. മഴയെ തേടിയുള്ള നിസ്കാരം സൂറത്തുൽ ഫാത്തിഹയുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം സൂറത്തുൽ ഫാത്തിഹയുണ്ട്. സുന്നത്തായ ഫർള് എല്ലാ നിസ്കാരത്തിലും എന്തുണ്ട്? ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതാറുണ്ട്. ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായി പഠിക്കുന്ന സൂറത്ത് തന്നെ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഓതാറുണ്ട്. മരിച്ച വീട്ടിൽ ഓതാറുണ്ട്. അതുപോലെ തന്നെ കല്യാണത്തിന് ഈ ചെറുക്കൻ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പെണ്ണ് ഇറങ്ങുന്ന സമയത്ത് വീടുകളിൽ വെച്ച് ഓതാറുണ്ട്. നിക്കാഹിന് ശേഷം പള്ളിയിൽ ഉസ്താദ് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് അവിടെ ഫാത്തിഹ ഓതി ദുആരക്കാറുണ്ട്. അപ്പോൾ ഏത് ഒരു പ്രയാസത്തിന്റെ ഘട്ടമാവട്ടെ, സന്തോഷത്തിന്റെ ഘട്ടമാവട്ടെ, അവിടെയെല്ലാം നമ്മൾ ഓതാറുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ മാതാവ് എന്നാണ് സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയപ്പെടുന്നത്. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് വിജയിച്ച ഒരുപാട് മഹത്തുക്കളായ ആളുകളുടെ ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാം. ഖലീൽ ബിൻ അഹ്മദ് എന്ന് പറയുന്ന വലിയൊരു സ്വാത്വികനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഷാം, അതായത് ഇന്നത്തെ സിറിയയിൽ ജീവിച്ച് ഇറാഖിൽ മരണപ്പെട്ട വലിയൊരു മഹാനാണ്. ഖലീൽ ബിൻ അഹ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരണപ്പെട്ട് 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അള്ളാഹു നിന്നെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? നിനക്ക് എന്താണ്? അള്ളാഹു സ്വർഗമാണോ നൽകിയത്, നരകമാണോ? നീ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പൊറുത്തു തന്നോ? നീ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിച്ചോ? ഏത് നന്മയാണ് പടച്ചവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ കൂട്ടുകാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഈ കൂട്ടുകാരനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ച അള്ളാഹിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ പടച്ചവൻ എൻ്റെ അമലുകളിൽ ഏറ്റവും ആദ്യം സ്വീകരിച്ചത് ഏതെന്നറിയോ? അല്ലാഹു തആല എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നു, എൻ്റെ നന്മകൾ അല്ലാഹു സ്വീകരിച്ചു. അതിന് കാരണമായി മലക്കുകൾ എന്നോട് പറഞ്ഞത്, നിന്റെ ജീവിത കാലഘട്ടത്തിൽ നിന്റെ മക്കൾക്കും
അതുപോലെ തന്നെ നിന്റെ നാട്ടിൽ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾക്കുമൊക്കെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു പ്രവൃത്തി കാരണമാണ് നിനക്ക് അള്ളാഹു സ്വർഗം നൽകുന്നതെന്ന് മലക്കുകൾ എന്നോട് പറഞ്ഞെന്ന് ഖലീൽ ബിൻ അഹ്മദ് എന്ന് പറയുന്ന ഈ സ്വാത്വികനായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് സ്വപ്നത്തിൽ അറിയിച്ചതായി കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ ജീവിതത്തിൽ ദുന്യാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള ഏറ്റവും വലിയ പിടിവള്ളിയാണ്, ഏറ്റവും വലിയൊരു മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അതൊന്ന് ഒന്നിച്ചൊന്ന് പാരായണം ചെയ്യാം. ശേഷം നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതാം. എല്ലാവരും ഒന്ന് ചോദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു തവണ ഈ നമ്മൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ ഇത് ഓതുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയുടെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ഏകദേശം 30ഓളം ശ്രേഷ്ഠതകളുണ്ട്. ഏതൊക്കെയാണ് നമുക്കൊന്ന് കേട്ടാലോ. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയെ പറ്റി മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മയാണെന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. അതുപോലെ തന്നെ ഖുർആനിൻ്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ വിശേഷണങ്ങളുണ്ട്. ഓരോരോ സൂറത്തിനും ഓരോരോ വിശേഷണങ്ങളുണ്ട്. അങ്ങനെ ഖുർആനിലെ സൂറത്തുകളുടെ ഉമ്മയാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പോൾ, ഭൂമിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്ത സമയത്ത് പിശാച്, ശൈത്താൻ അവൻ അട്ടഹസിച്ചുകൊണ്ട് ഓടി എന്നാണ്. അല്ലോ, ഇതെന്താണ് കാണുന്നത്, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അട്ടഹസിച്ചുകൊണ്ട് അവനിങ്ങനെ ഓടി ഒരുപാട് കരഞ്ഞു എന്നാണ് ശൈത്താൻ. ഇബ്ലീസിനെ കരയിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. കാരണം എന്താണ്? അതിൻ്റെ പ്രത്യേകതകൾ തന്നെ. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധമായ ഖുർആൻ, അതുപോലെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഈ 4 വേദഗ്രന്ഥങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ ഇറക്കിയിട്ടുണ്ട്. അതായത് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം ഏകദേശം വരുന്ന ഇതേപോലത്തെ വചനങ്ങൾ മറ്റ് കിതാബുകളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉലമാക്കൾ പഠിപ്പിച്ചു നൽകുകയാണ്. അപ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹ ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ കോലവും ഇതിൻ്റെ വിശദീകരണവും പോലത്ത മറ്റ് വചനങ്ങൾ എവിടെ? തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഉണ്ടായിരുന്നു. നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുഅ്മിനീങ്ങൾ ഒരു ദിവസം ഓതുന്ന സൂറത്ത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. മറ്റ് ചിലപ്പോൾ യാസീൻ എല്ലാവരും ഓതിക്കൊള്ളണമെന്നില്ല, സൂറത്തുൽ വാഖിഅ എല്ലാവരും ഓതിക്കൊള്ളണമെന്നില്ല, സൂറത്തുൽ ഇഖ്ലാസ് ആവട്ടെ, ഫലക് ആവട്ടെ, നാസ് ആവട്ടെ, എല്ലാ സൂറത്തെടുത്തു നോക്കിയാലും എല്ലാവരും എല്ലാ ദിവസവും ഓതിക്കൊള്ളണമെന്നില്ല. ഇന്ന് തന്നെ സൂറത്ത് യാസീൻ ഓതി എത്ര ആളുകളുണ്ട്? ഓതാത്തവരുണ്ട്. പക്ഷെ എന്നാൽ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും ഓതിയിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാറുണ്ടല്ലോ, ഫർളും സുന്നത്തുമായിട്ട്. ആ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതാറുണ്ട് സൂറത്തുൽ ഫാത്തിഹ, അല്ലേ? 17 തവണയാണ് നമ്മൾ ഓരോ റക്അത്തിലും ഇങ്ങനെ കൂട്ടിയാൽ ഒരു ദിവസം 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതാറുണ്ട്. അതല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ ഓതാറുണ്ട്. അഞ്ചാമത്തെ പ്രത്യേകത സബഉൽ മസാനി എന്നാണ് ഈ സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയുന്നത്. അതായത് 2 തവണ അള്ളാഹുവിൻ്റെ റസൂലിന് ഈ സൂറത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആറാമത്തെ പ്രത്യേകത
വെള്ളിയാഴ്ചയാണ് ഈ സൂറത്തുൽ ഫാത്തിഹ ആകാശ ലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ റസൂലിനെ ജിബ്രീൽ ഇറക്കി കൊടുത്തത്, ഓതിക്കൊടുത്തത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇനിയോ ഏഴാമത്തെ പ്രത്യേകത, 70,000 മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് ഈ സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു ഇറക്കി കൊടുത്തത്. എട്ടാമത്തെ പ്രത്യേകത എന്തെന്ന് നോക്കിയാൽ, ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ ഫാത്തിഹ ആത്മാർത്ഥതയോടുകൂടി ഓതിക്കഴിഞ്ഞാൽ 1000 പ്രത്യക്ഷമായ പ്രതിഫലങ്ങളും 1000 ആന്തരികമായ പ്രതിഫലങ്ങളും അള്ളാഹു അവനിക്ക് നൽകുന്നതാണ്. ഒൻപതാമത്തേത്, സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആനിലെ 30 പേജുകൾ ഓതിയതിന് തുല്യമാണെന്ന് പോലും ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും തഫ്സീറിൽ കാണാം, സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടി ഓതിക്കഴിഞ്ഞാൽ ഖത്മുൽ ഖുർആൻ ഓതുന്നത് പോലത്തെ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് നൽകുക. 11ാമത്തേത്, ഈ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. 7 ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ളത്. ഈ 7 ആയത്തും നരകത്തിൻ്റെ 7 കവാടങ്ങൾ ഓതിയവനെ തൊട്ട് അടക്കപ്പെടുന്നതാണെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. 12ാമത്തേത്, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അവനിക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. 13ാമത്തേത്, ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്, എല്ലാ അസുഖങ്ങൾക്കും ശിഫയാണ്, മരണമൊഴികെ എല്ലാ അപകടങ്ങളെ തൊട്ടുമുള്ള കാവലാൻ. 14ാമത്തെ പ്രത്യേകത, വിഷം തട്ടിയതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ സൂറത്തുൽ ഫാത്തിഹ ഉപകരിക്കുന്നതാണ്. അല്ലേ, പാമ്പിൻ്റെ വിഷം, തേളിൻ്റെ വിഷം, അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ വിഷം ഏറ്റാൽ ഈ സൂറത്തുൽ ഫാത്തിഹ അതിങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ അവൻ്റെ ശരീരത്തിൽ ആ വിഷം ഏൽക്കുകയില്ല എന്നുപോലും മഹത്തുക്കളായ ഉലമാക്കൾ ആത്മീയമായ മരുന്നായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 15ാമത്തേത്, ഒരാൾ രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് 41 ദിവസം സൂറത്തുൽ ഫാത്തിഹ ഓതി അയാളെ മന്ത്രിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രോഗം അത്ഭുതകരമായി ശിഫയാകുന്നതാണ്. 16ാമത്തേത്, മുറിവുകൾ ഉണങ്ങാൻ സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതിയിട്ട് ആ ഓതിയവൻ്റെ ഉമിനീര് അത് ആ മുറിവിൽ പുരട്ടിയാൽ ആ മുറിവ് വേഗത്തിൽ ഉണങ്ങുന്നതാണ്. 17ാമത്തെ പ്രത്യേകത, സൂറത്തുൽ ഫാത്തിഹ ആഗ്രഹ സഫലീകരണത്തിന് പറ്റിയതാണ്. അല്ലാഹുവേ, ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചു, നല്ലൊരു വിസ, നല്ലൊരു ജോലി, നല്ല എല്ലാ സെറ്റപ്പിലും ഉണ്ടാവണം, അല്ലേ, നല്ല ഖൈറുണ്ടാവണം. അതൊരു മനസ്സിലൊരു ആഗ്രഹമാണ്. 313 സൂറത്തുൽ ഫാത്തിഹ ഈ ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഓതി ദുആ ചെയ്താൽ അത് അല്ലാഹു നടത്തിത്തരും ഖൈറായിട്ട്. 18ാമത്തേത്, ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ 40 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഏത് ആഗ്രഹവും അല്ലാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. 19ാമത്തേത്, നമ്മുടെ കൊച്ചുമക്കൾക്ക്, നമ്മുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാൻ 7 ദിവസം 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയ മന്ത്രിച്ച വെള്ളം കൊടുക്കുക. 7 ദിവസം തുടർച്ചയായി ഓരോ ദിവസം 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക. 20ാമത്തേത്, അത്താഴത്തിൻ്റെ സമയം, അതായത് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റിട്ട് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഏത് കുടുക്കിൽ നിന്നും രക്ഷപ്പെടാം. കേസുകളിൽ അകപ്പെട്ടു പോയവരുണ്ട്, വീട് ജപ്തിയായി പോകുമെന്ന് ഭയപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരുപാട് തകർച്ച വന്നവരുണ്ട്, ജോലി കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ആണും പെണ്ണുമുണ്ട്. ഇവരുടെയൊക്കെ ഈ പ്രയാസങ്ങൾ മാറാൻ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആ രക്കുക. 22ാമത്തേത്, ഒരുപാട് രോഗികൾ, ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, ഇനി ഇയാളെ പരിശോധിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റൽ, ഇങ്ങനെ ഹോസ്പിറ്റലുകൾ മാറി മാറി കയറുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയ വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ മാറ്റമുണ്ടാകും. ഈ 41, അതുപോലെ തന്നെ 3, 313 ഇതൊക്കെ ഒരു എണ്ണമാണ്. ഇതൊക്കെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഒരു എണ്ണമാണ്. അത് നമ്മൾ ആ എണ്ണത്തോടുകൂടി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 23ാമത്തേത്, ക്ഷീണം വരുമ്പോൾ, ശരീരത്തിനൊരു ക്ഷീണം, അസ്വസ്ഥത,
ടെൻഷൻ, ഇതൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭർത്താവ് ജോലിക്ക് പോയി, മക്കൾ സ്കൂളുകളിൽ പഠിക്കാൻ പോയി, അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുമാതിരി ഒരു അസ്വസ്ഥതയും ടെൻഷനൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് കൂട്ടിനൊരാളെയായി മാറ്റാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരു മനോധൈര്യം ഉണ്ടാകും, ടെൻഷനുകൾ മാറുമെന്നാണ്. അതുപോലെ 24-ാമത്തേത്, ഏത് കാര്യം തുടങ്ങുന്നതിന് മുന്നേയും അതിൽ ബറക്കത്തുണ്ടാവാൻ, ആ തുടങ്ങുന്ന കാര്യത്തിൽ ഒരു ഖൈറുണ്ടാവാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മൾ ദുആരക്കുക. ഇപ്പോൾ നമ്മുടെ ഖുർആൻ തുടങ്ങുന്നല്ലേ, ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയാൽ നമ്മൾ ആദ്യം ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ നല്ല കാര്യം ഏതുണ്ടോ അത് തുടങ്ങാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുക്കനിറങ്ങുന്നു, പെണ്ണിറങ്ങുന്നു, നിക്കാഹ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഉസ്താദുമാർ അൽ ഫാത്തിഹ എന്ന് വിളിച്ച് നമ്മൾ ദ്വാരക്കാറുണ്ട്. അതുപോലെ മരണവീട്ടിൽ പോയി നമ്മൾ ദ്വാരക്കാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു വാഹനം എടുത്തു, നമ്മൾ എന്ത് ചെയ്യുക, ഇനി പള്ളിയിൽ ഉസ്താദിനെ വിളിക്കണമെന്നൊന്നുമില്ല, സ്വന്തമായിട്ട് ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കുക. അപ്പോൾ എന്ത് നല്ല കാര്യം തുടങ്ങും, ഇപ്പോൾ ഒരു കച്ചവടമാവട്ടെ, മറ്റെന്ത് നല്ല കാര്യം തുടങ്ങട്ടെ, എന്ത് നല്ല കാര്യം തുടങ്ങിയാലും. അതുപോലെ ഇപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് നമ്മുടെ മക്കൾ പ്രവേശിക്കും. ഇപ്പോൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ മറ്റ് കോഴ്സുകൾ പഠിക്കുന്നു. ആ സമയത്തൊക്കെ ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ദിവസം നിങ്ങൾക്ക് ഓതാവുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങിയാൽ അതിൽ വലിയൊരു ഖൈറുണ്ടാവും, വിജയമുണ്ടാകും. 25-ാമത്തേത്, യാത്ര പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറിയിട്ട് ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഏത് ഖൈറായ ഉദ്ദേശത്തിനാണോ യാത്ര പോകുന്നത് അത് അല്ലാഹു തആല നിർവഹിച്ച് നൽകുമെന്നാണ്. യാത്രയിലെ അപകടങ്ങളെ തൊട്ടുള്ള കാവലാണ് സൂറത്തുൽ ഫാത്തിഹ. 26-ാമത്തേത്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ട ആരാവട്ടെ, മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഹദിയയാണ്, സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മാക്ക് വേണ്ടി, ബാപ്പാക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഓതാറുണ്ടല്ലോ. സാധാരണ പറയാറുണ്ട്, ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് പോടാ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതണേ നമ്മൾ ഉസ്താദുമാരൊക്കെ പറയാറുണ്ട്. കാരണം എന്താണ്, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അത്ര വലിയ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാം. 27-ാമത്തേത്, സിഹർ, കണ്ണേറ്, കരിനാക്ക് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 41 ദിവസം 41 സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മൾ മന്ത്രിച്ചാൽ ഇൻഷാ അല്ലാഹ് എന്തുണ്ട്, സിഹറിൽ നിന്നുള്ള കാവൽ കിട്ടുമെന്നൊക്കെ മഹത്തുക്കളായ ഉലമാക്കൾ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതയായി നമുക്ക് പറഞ്ഞു തരുകയാണ്. 28-ാമത്തേത്, ഇത് ഒരു മനുഷ്യൻ ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുവേ എൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വാപ്പാക്ക് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹദിയ ചെയ്താൽ, പ്രത്യേകിച്ച് സമയം എപ്പോഴാണ്, ഇശാ മഗ്രിബിന്റെ ഇടയിൽ 3 പ്രാവശ്യം ഓതിയിട്ട് ദുആ ചെയ്താൽ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഓതിയത്, അവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകും, ഓതിയ നമുക്കും അല്ലാഹു തആല പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. 29-ാമത്തേത്, സാമ്പത്തികമായ ഭദ്രത അല്ലാഹു തആല നൽകുമെന്നാണ് സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിച്ചാൽ. 30-ാമത്തേത്, ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാവൽ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവൽ അവൻ ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ ഉണ്ടാകും. ഇപ്പം ഞാൻ 30 പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട്, 30 അല്ല, 300 അല്ല, 3000 അല്ല, ഒരുപാട് ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. അപ്പോൾ ചോദിക്കും, ഉസ്താദേ ഞങ്ങൾ പലരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കതൊന്നും ഫലമൊന്നും കാണുന്നില്ലല്ലോ. നമ്മളൊക്കെ ഇന്ന് ഇശാ നിസ്കരിക്കാതെ, സുബി നിസ്കരിക്കാതെ, ദുഹർ അസ്റൊക്കെ നിസ്കാരമൊന്നും ഇല്ലാതെ വെറുതെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഇബാദത്തുകൾ കൃത്യമാക്കുന്നതോടൊപ്പം തന്നെ ഈ നമ്മൾ ഓതുന്ന ഇത്തരത്തിലുള്ള ദിക്റുകളും അതുപോലെ തന്നെ സൂറത്തുകളും ഒക്കെ നമ്മൾ ഓതി കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് നമുക്കുണ്ടാകും, വലിയ എഫക്റ്റ് ഉണ്ടാകും. ഇനി നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹ തെറ്റില്ലാതെ എങ്ങനെയാണ് ഓതുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പലർക്കും പല തെറ്റുകൾ, അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതാണ് അല്ലേ. ഇത് സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രമല്ല, എല്ലാ സൂറത്ത് ഓതുമ്പോഴും നമ്മൾ ബിസ്മി ഓതാറുണ്ട്. പലപ്പോഴും ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനി വെറുതെ ഒഴുക്കിൽ റഹ്മാനിർ റഹീം അങ്ങനെയല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ തന്നെ കൃത്യമായി ഓതാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓരോ ബിസ്മിയിൽ തന്നെ ഒരുപാട് തെറ്റുകൾ പല ആളുകൾക്കും വരാറുണ്ട്. എല്ലാം വ്യക്തമായി പറയാനും സ്പഷ്ടമായി പറയാനുള്ള ടൈമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ എന്ന വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇവിടെ
അൽഹംദു, ഹാ അവിടെ പറയാറുണ്ട്, കെട്ട് ഹായല്ല, അൽഹംദു അല്ല, അൽഹംദു ഹ ആണ്. അൽഹംദു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഐനാണ്. ചില ആളുകൾ ആലമീൻ അലിഫ് പറയും, അലിഫ് അല്ല, ആലമീൻ ഐനാണ് അവിടെ വരേണ്ടത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആയത്ത് അർ റഹ്മാനിർ റഹീം. നമ്മൾ ബിസ്മിൽ പറഞ്ഞ പോലെ റഹ്മാൻ, ഹ ആണ് അവിടെ, അർ റഹ്മാനി അല്ല, റഹ്മാൻ എന്ന വാക്കാണ്, അർ റഹ്മാനിർ റഹീം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ആയത്താണ് നാലാമത്തെ ആയത്ത് മാലികി യൗമിദ്ദീൻ. പലരും ഓതുന്ന സമയത്ത് മലികി യൗമിദ്ദീൻ അങ്ങനത്തെ ഒരു ഖിറാഅത്തുണ്ട്, മലികി യൗമിദ്ദീൻ എന്ന് ഓതാം. പക്ഷേ നമ്മൾ മദ്രസ തൊട്ടേ പഠിച്ചത് എന്താണ്? മാലികി യൗമിദ്ദീൻ. ചില ആളുകൾ നീട്ടും, മാലികി യൗമിദ്ദീൻ. അങ്ങനെയല്ല, ഒരു മധ്യമായ മാലികി യൗമിദ്ദീൻ, അതായത് ഓരോ അക്ഷരത്തിലും ഓരോ ഹറക്കത്തിൻ്റെ നീട്ടുണ്ടല്ലോ. മാലികി യൗമിദ്ദീൻ. ഇനി അഞ്ചാമത്തേത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇയ്യാക നഅ്ബുദു എന്ന് ഓതും, നഅ്ബുദു അല്ല, നഅ്ബുദു എന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക എന്ന് വെച്ചാൽ ഇയ്യാക എന്നല്ല, ജാ എന്നല്ല അവിടെ വരേണ്ടത്, ഇയ്യാക, യാ ആണ്, യാ ഇന് ഷദ്, ഇയ്യാക എന്നായിരിക്കും അവിടെ വരേണ്ടത്. പിന്നെ ആറാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്ത, സീൻ അവിടെ ഓതാറുണ്ട്, സീനല്ല സ്വാദാണ്. ഇഹ്ദിനസ് സിറാത്തൽ ഇഹ്ദിനസ് സിറാത്ത് അവിടെ സ്വാദാണ്. അതുപോലെ മുസ്തഖീം പറയുമ്പോൾ അവിടെ സീനാണ്, മുസ്തഖീമാണ്. അപ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അങ്ങനെ ഓതുക. പിന്നെയോ ഏഴാമത്തെ ആയത്ത് സിറാത്വൽ, അവിടെ സ്വാദാണ്, സി അല്ല, സിറാത്ത അല്ല, സിറാത്ത. സിറാത്വല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അങ്ങനെ ഓതുക. ഇവിടെ പല ആളുകളും പറയും, ഉസ്താദെ ഞങ്ങൾക്ക് ഈ ഒരു ആയത്ത് ഇങ്ങനെ ശ്വാസം വിടാതെ ഓതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ശ്വാസം വിട്ട് ഓതാം. എങ്ങനെ? സിറാത്വല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതൊക്കെ ഓതുമ്പോൾ ഓരോ ഹറക്കത്തും ശ്രദ്ധിച്ചാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് പറയാം. ഇപ്പോൾ സമയം അധികരിക്കുമോ എന്ന് പേടിച്ചതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ ആമീൻ പറയുമ്പോൾ പല ആളുകളും ആമീൻ അങ്ങനെയല്ല. അവിടെ ആമീൻ പറയുമ്പോൾ ആക്ക് കുറച്ച് നീട്ടിയാൽ മതി, ആമീൻ അങ്ങനെയാണ്. ആമീൻ അങ്ങനെയല്ല, ആമീൻ അങ്ങനെയാണ് നീട്ടുന്നത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഏകദേശം ഒരു ഓതേണ്ട രൂപം നമ്മൾ പറഞ്ഞു. ഇനി സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊക്കെ വിശദമായിട്ട് പറയാം. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളും അതിൻ്റെ മഹത്വങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, സൂറത്തുൽ ഫാത്തിഹ മുറുകെ പിടിക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.